ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി ഫാർമസി ആൻഡ് മാനേജ്മെന്റ് സബ്ജക്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിറ്റി ഫാർമസി പ്രാക്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ചാപ്റ്റർ 1 കമ്മ്യൂണിറ്റി ഫാർമസി പ്രാക്ടീസ് ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്? ഡെഫിനിഷൻ, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഫാർമസി, ഇന്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ സിനാരിയോസ് അല്ലെ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി ഫാർമസി, ഡെഫിനിഷൻ ആണ് പഠിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ ഡെഫിനിഷൻ പഠിക്കുകയാണ്. എന്താണ് കമ്മ്യൂണിറ്റി ഫാർമസി? കമ്മ്യൂണിറ്റി ഫാർമസി or the retail pharmacy is a branch of pharmacy that provides medication and healthcare services to the people. അതായത് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, കമ്മ്യൂണിറ്റി ഫാർമസിക്ക് ഒരു എക്സാമ്പിൾ പറയാമോ? അതാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോഴ്സ് അല്ലെ. നമ്മളിപ്പോ ഏതൊരു ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് മെഡിക്കൽ സ്റ്റോഴ്സ്. സോ ദീസ് ആർ കോൾഡ് കമ്മ്യൂണിറ്റി ഫാർമസീസ്. ഇപ്പൊ കമ്മ്യൂണിറ്റി ഫാർമസി അല്ലെങ്കിൽ നമുക്ക് പറയാം മെഡിക്കൽ സ്റ്റോഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഫാർമസി, ഇതൊക്കെ തന്നെ ഒരു ഫാർമസിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് എന്താണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്? മെഡിക്കേഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രിപ്ഷൻ. ഇപ്പൊ നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് പോകുമ്പോൾ നമുക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാം, ദെൻ പേഷ്യന്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം, ദെൻ ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫാർമസീനെയാണ്, ഒരു ബ്രാഞ്ച് ഓഫ് ഫാർമസീനെയാണ് നമ്മൾ റീറ്റെയിൽ ഫാർമസി അഥവാ മെഡിക്കൽ സ്റ്റോഴ്സോ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിറ്റി ഫാർമസിയിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്? വരുന്ന മെഡിസിൻസിന്റെ പ്രൊക്യൂർമെന്റ് മുതല് അതിന്റെ സ്റ്റോറേജ് നോക്കുക, ദെൻ പേഷ്യന്റിന് കൊടുക്കുന്ന ഡിസ്പെൻസിങ് ചെക്ക് ചെയ്യുക, ഫൈനലി ഡോക്യുമെന്റേഷൻസ് ഓഫ് ദ മെഡിസിൻസ് അല്ലെ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതിനായിട്ട് ആരുണ്ടാവണം? ആ ഒരു കമ്മ്യൂണിറ്റി ഫാർമസിയിൽ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ഉണ്ടാവുക അല്ലെ. സോ ദീസ് ഇൻവോൾവ് അപ്രോപ്രിയേറ്റ് പ്രൊക്യൂർമെന്റ് ഓഫ് മെഡിസിൻസ്, സ്റ്റോറേജ്, ഡിസ്പെൻസിങ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിസിൻസ്. ഇതൊക്കെ ആരായിരിക്കണം അവിടെ ചെയ്യേണ്ടത്? അവിടെ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റ് ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെ. അപ്പോ എന്താണ് കമ്മ്യൂണിറ്റി ഫാർമസി എന്നൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമ്മുടെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യന്റ് കൗൺസിലിംഗ്, ദെൻ പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ് അവോയ്ഡ് ചെയ്യണ്ടേ, അത് വേറൊരു ഇതാണ്. കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് ചെക്ക് ചെയ്യുക അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രിപ്ഷൻ തന്നെയാണോ മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്തിരിക്കുന്നത്, ദെയർബൈ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എറേഴ്സ് അവോയ്ഡ് ചെയ്യാം. ദെൻ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് അല്ലെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കമ്മ്യൂണിറ്റി ഫാർമസിയിൽ നടക്കുന്ന ഓപ്പറേഷൻസ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ ആരാണ് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരാള്? ഫാർമസിസ്റ്റ്, അതായത് കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്. ഇനി ആരാണ് കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ they are the health professionals most accessible to the public. അതായത് പബ്ലിക് നോർമൽ ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ അസസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ആരോഗ്യ പ്രവർത്തകർ, ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്കിപ്പോ മെഡിസിൻ റിലേറ്റഡ് എന്തെങ്കിലും എൻക്വയറിയോ അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അസസിബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാർമസി പ്രൊഫഷൻ ആണ്. ഇനി അവിടെ കമ്മ്യൂണിറ്റി ഫാർമസി പ്രാക്ടീസിലായിക്കോട്ടെ ഏത് ഫാർമസിയിലും ആയിക്കോട്ടെ നമ്മുടെ ഫാർമസിസ്റ്റിന് എന്ത് വേണം? ഒരു ക്വാളിഫിക്കേഷൻ വേണം അല്ലെ. ഐദർ ഡിപ്ലോമ ഓർ ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആയിരിക്കണം, ഹോൾഡിംഗ് B.Pharm ഡിഗ്രി. സോ ദ ഫാർമസിസ്റ്റ് വർക്കിംഗ് ഇൻ ദ കമ്മ്യൂണിറ്റി പ്രാക്ടീസ് സെറ്റിംഗ് ആർ ഐദർ ഡിപ്ലോമ ഫാർമസിസ്റ്റ് ഓർ ദ ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് വിത്ത് B.Pharm ഡിഗ്രീസ്. ഇനി ഈ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റിന് എന്താണ് മെയിൻ റെസ്പോൺസിബിലിറ്റി? കൗൺസിൽ ചെയ്യുക അല്ലെ. അതായത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗുകളും ഉണ്ടാവും, നോൺ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗുകളും ഉണ്ടാവും. അറ്റ് ദ ടൈം ഓഫ് ഡിസ്പെൻസിങ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. കൗൺസിലിംഗ്, ഡ്രഗ് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഡ്രഗ് ഇന്ററാക്ഷൻ, ഇതൊക്കെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് പേഷ്യന്റ് കൗൺസിലിംഗ് എഫക്റ്റീവ് ആയിട്ട് നടത്താം. മാത്രമല്ല ഡ്രഗ് ഇൻഫോർമേഷൻ ടു ഹെൽത്ത് പ്രൊഫഷണൽസ്, പേഷ്യന്റ് ആൻഡ് ദ ജനറൽ പബ്ലിക്. അതായത് ആർക്ക് മാത്രമല്ല ജനറൽ പബ്ലിക്കിന് കൂടാതെ ആരോഗ്യ പ്രവർത്തകർക്ക് തന്നെ, ഹെൽത്ത് പ്രൊഫഷണൽസും കാണുമല്ലോ, വേറെ നേഴ്സ്, ഡോക്ടേഴ്സ്. അപ്പം അവർക്കും മരുന്നുകളെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ കൊടുക്കാൻ പറ്റും. അതിപ്പോ രോഗിയാവണമെന്നില്ല, ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടുന്നവരാണ്. പിന്നെ എന്താ ചെയ്യുക? ഈ ഹെൽത്ത് പ്രൊമോഷൻ പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യില്ലേ, അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ദീസ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഫോർ എ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്. അടുത്ത എന്താണ് ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് നോക്കാം. ഇന്നിപ്പോ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും മെഡിക്കൽ സ്റ്റോർ ആണ്. ഡെയിലി ഓരോ ദിവസവും കൂടുന്തോറും മെഡിക്കൽ സ്റ്റോഴ്സിന്റെ എണ്ണവും കൂടി വരുന്നുണ്ട് അല്ലെ. അവിടെ എത്തുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട്. അതായത് അത് സൂചിപ്പിക്കുന്ന നമ്മുടെ ഫാർമസി പ്രാക്ടീസ് കൂടിയെന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷന്റെ ഉപയോഗം കൂടുതൽ ആൾക്കാർ സ്വീകരിക്കുന്നു എന്നാണ്.
പണ്ട് കാലത്ത് ആൻഷ്യൻ ടൈമില് എന്തായിരുന്നില്ല, ഈ ഒരു അവസ്ഥ ആയിരുന്നില്ല. ആ സമയം ഫാർമസി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കൂടി ആർക്കും അറിയാത്ത ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എന്താണ് ഒരു സ്കോപ്പും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഉണ്ടാകാതിരുന്ന ഒരു കാലമാണ്. അതാണ് ആൻഷ്യൻ ടൈം അഥവാ ഹിസ്റ്ററിയിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ആയിരുന്നിരുന്നത്. ദാറ്റ് ഈസ് ഇൻ ആൻഷ്യൻ ടൈം ദ ഫാർമസി പ്രാക്ടീസ് വാസ് എ നോട്ട് റിക്കഗ്നൈസ്ഡ് പ്രൊഫഷൻ ആസ് ടുഡേ ആൻഡ് ദെർഫോർ ഇറ്റ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ഇറ്റ് വാസ് നോ സ്കോപ്പ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്കോപ്പ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ലാതിരുന്നത്? ആ കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്താണ്? യുനാനി അല്ലെങ്കിൽ ആയുർവേദിക് ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് ആയിരുന്നല്ലോ കൂടുതൽ ഉണ്ടായിരുന്നത്. സോ കമ്മ്യൂണിറ്റി ഫാർമസി വേണോന്നുള്ള ഒരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. മരുന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടത്താനോ കൗൺസിലിങ്ങിനോ ഒന്നും ഫാർമസിസ്റ്റോ വേറെ ഒരു ഫാർമസി പ്രൊഫഷൻ ഉള്ള ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. There was no need of the community pharmacy because Unani or the Ayurvedic doctors dispense medicines by themselves or their work or by their workers. ഒന്നെങ്കിൽ ആരാണ് ആയുർവേദിക് ഡോക്ടേഴ്സ് തന്നെ മരുന്ന് കൊടുക്കും. അറിയാലോ, ആയുർവേദ മരുന്നോ യുനാനി അങ്ങനെയുള്ളത് ഡോക്ടേഴ്സ് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ കൊണ്ട് കൊടുപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഒരാള് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോഴാണ് നമ്മൾ പറയുന്നത് മെഡിക്കൽ സ്റ്റോഴ്സിൽ ആര് വേണം? ഫാർമസി പഠിച്ച രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലെ, ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ള ഒരാൾ വേണമെന്ന് പറഞ്ഞില്ല. ആളുടെ പ്രസൻസിലെ മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അന്ന് ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ. ദർ വെർ നോ പ്രൊഫഷണൽ കോഴ്സസ് ഫോർ ദ കമ്മ്യൂണിറ്റി ഫാർമസി പ്രാക്ടീസ്. അപ്പോൾ നമുക്ക് ഇന്ന് അറിയാലോ, ഇന്നിപ്പോ നമുക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവണമെങ്കിൽ ഏതൊക്കെ കോഴ്സ് പഠിക്കാം? ഒന്നെങ്കിൽ ടി ഫാം പഠിക്കുക, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവൽ ബി ഫാം പഠിക്കുക. പക്ഷെ അന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു കമ്മ്യൂണിറ്റി ഫാർമസി പ്രാക്ടീസിൽ. സോ ഇൻ ദ ഏർലിയർ ഡേയ്സ് ഓഫ് allopathic medicine, doctors dispense medicines themselves. Later, they employed assistants to compound and dispense drugs, giving rise to the term compounder. പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്തായി? ഡോക്ടേഴ്സ് വന്നു. അവര് തന്നെ മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് കുറച്ച് അസിസ്റ്റൻസിനെ വെച്ചു. പിന്നീട് അസിസ്റ്റന്റ് ആയി കോമ്പൗണ്ടിങ്ങും അതുപോലെ തന്നെ ഡ്രഗ് പേഷ്യൻസിനെ കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇപ്പൊ കേൾക്കും, ചിലപ്പോൾ നമ്മൾ പറയില്ലേ കോമ്പൗണ്ടിങ് ഓഫ് മെഡിസിൻസ്. അതായത് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് ആ ഒരു ഫോർമുലേഷൻ മേക്ക് ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക, അതൊക്കെയാണ് കോമ്പൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദ എംപ്ലോയീസ് ആണ് പിന്നീട് ഡോക്ടേഴ്സിന്റെ ആ ഒരു പ്രസൻസിൽ ഇത് ചെയ്തിരുന്നത്. മെഡിസിൻസ് കോമ്പൗണ്ട് ചെയ്യുന്നതും ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യുന്നതും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് കോമ്പൗണ്ടർ എന്ന ടേം നമുക്ക് ഇവിടെ പിന്നീട് ഉള്ള നമ്മുടെ കോമ്പൗണ്ടിങ്ങിലും ആ ഒരു ഇതില് നമ്മുടെ ഫീൽഡിലൊക്കെ വരാനായിട്ട് കാര്യം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ ആദ്യം എടുത്തു നോക്കുകയാണ് എങ്കിൽ ആദ്യം ആയുർവേദിക് ഡോക്ടേഴ്സ് കൊടുത്തു. പിന്നെ അത് പതിയെ പതിയെ കോമ്പൗണ്ടേഴ്സ് എന്ന പേരിൽ ഡോക്ടേഴ്സിന്റെ അസിസ്റ്റന്റ് ആയി മരുന്ന് ഡിസ്പെൻസ് ചെയ്യുന്ന. അതായത് എന്തില്ല, ഒരു കറക്റ്റ് പ്രൊഫഷണൽ ഇല്ല മരുന്ന് ഡിസ്പെൻസ് ചെയ്യാൻ. മാത്രമല്ല ഒരു കറക്റ്റ് പ്രൊഫഷണൽ കോഴ്സ് ഇല്ല. അതായത് മരുന്ന് ഡിസ്പെൻസ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഒരു കോഴ്സ് പഠിച്ച ഒരാളാണ് ഈ ഒരു മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യേണ്ടതായിട്ടൊന്നും ഒരാവശ്യം ഉണ്ടെന്ന് ആ ഒരു കാലഘട്ടത്തിൽ തോന്നിയിട്ടില്ല. പക്ഷേ 1948 1948 എന്താണ് പ്രത്യേകത? ഫാർമസി ആക്ട് വന്ന വർഷമാണ് അല്ലെ. അപ്പോ അതിനു മുന്നേ വരെ ആർക്ക് വേണമെങ്കിലും മെഡിസിൻസ് സോൾവ് ചെയ്യാം. അതൊരു തെറ്റായിട്ട് ക്രൈമായിട്ട് പോലും കൺസിഡർ ചെയ്തിരുന്നില്ല. പക്ഷേ ആഫ്റ്റർ ദ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഓഫ് 1948 വാസ് എൻഫോഴ്സ്ഡ്. ഈ ഒരു ആക്ട് വന്നതിന് ശേഷം ഇറ്റ് ബിക്കേം മാൻഡേറ്ററി ഫോർ ദ ഫാർമസിസ്റ്റ് ഇൻ ഇന്ത്യ ടു ഹാവ് എ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. എന്താണ് ഈ ഒരു ആക്ട് എൻഫോഴ്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഫാർമസിസ്റ്റുകൾക്ക് അതത് സ്റ്റേറ്റ് നൽകുന്ന, അതായത് ദർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് നൽകുന്ന ഒരു ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. എന്നാലേ എന്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ? മരുന്ന് ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ആ സമയം ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയാം, ഇപ്പൊ നമ്മൾ പറയില്ലേ ഐദർ ഡി ഫാം ഓർ ബി ഫാം ഓർ എം ഫാം എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഒരു ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ വാസ് നോട്ട് റിക്വയർഡ്. ബട്ട് ഒരു ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആക്കി. അപ്പൊ പതിയെ പതിയെ ആദ്യം ഒരു പ്രൊഫഷണലെ വേണ്ടാന്ന് പറഞ്ഞു, പ്രൊഫഷണൽ കോഴ്സ് വേണ്ട. പിന്നെ അത് എന്താക്കി? ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി അല്ലെ. അപ്പം ആ ഒരു ഹിസ്റ്ററി പതിയെ പതിയെ ചേഞ്ച് ആവുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത് ഫാർമസി ആക്ട് നിലവിൽ വന്നപ്പോൾ. അപ്പൊ ആദ്യം ഫാർമസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആയിരുന്നു നിർബന്ധമാക്കിയത്. പതിയെ പതിയെ അത് എന്തായിട്ട് മാറി? ഫാർമസി എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കി അല്ലെ. സോ അവര് കമ്പൽസറി ആക്കിയത്? ഫാർമസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്
മാത്രമല്ല ഒരു അപ്രൂവ്ഡ് എക്സാമിനേഷൻ ആള് പാസ്സായിരിക്കുക, എന്നാൽ മാത്രമേ ഫാർമസിസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഡിസ്പെൻസിങ് ആ ഒരു ഫീൽഡിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധമാക്കി അല്ലെ. അപ്പൊ ഒരു എക്സാമിനേഷൻ കൊണ്ടുവന്നു. എക്സാമിനേഷൻ വേണമെങ്കിൽ അവരെന്താണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്? മിനിമം ഒരു ഡിപ്ലോമ ഇൻ ഫാർമസി ഹോൾഡർ ആയിരിക്കാം, ഓ വേറൊരു ക്വാളിഫിക്കേഷൻ മതി, PCI അപ്രൂവ് ആയിട്ടുള്ള വേറൊരു ക്വാളിഫിക്കേഷൻസ്. അങ്ങനെയാണ് ബിഫാം കോഴ്സുകളും ഒക്കെ വന്നത്. സോ ഈ രണ്ട് കോഴ്സ് പഠിച്ച ബിഫാം ആയാലും അതുപോലെ ഗ്രാജുവേഷൻ ചെയ്യുന്ന ഫാർമസി ബിഫാം ഹോൾഡേഴ്സിനും എന്ത് അനുവദിച്ചു? ഈ ഒരു ഫാർമസി സെക്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് അനുവദിച്ചു. കാരണം എന്താണ്? അവർ ആ ഒരു അപ്രൂവ്ഡ് എക്സാമിനേഷൻ പാസ്സാവുകയും ചെയ്തു, ആ ഒരു സ്റ്റേറ്റ് നൽകുന്ന ഫാർമസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്ത് വച്ചിട്ടുമുണ്ട് അല്ലെ. അപ്പോ സോ നമുക്ക് എന്താണ്, അവരെ എന്തായിട്ട് ഒരു കറക്റ്റ് പ്രൊഫഷണൽ ആയിട്ട് നിയമിച്ചു ഫോർ ഡിസ്പെൻസിങ് ദ ഡ്രഗ് ഇൻ ഫാർമസി. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡിഫാം കോഴ്സും ഉണ്ട്, ബിഫാം കോഴ്സും ഉണ്ട്. നമ്മുടെ ബിഫാം കോഴ്സ് അഥവാ എന്താണ്, ഗ്രാജുവേഷൻ ഇൻ ഫാർമസി, ബാച്ചിലർ ഓഫ് ഫാർമസി എന്ന് പറയുന്ന ബിഫാം കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന എങ്ങനെ ഒരു വേയിലാണ് അത് പഠിക്കുന്ന ഒരാൾക്ക് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് പെരുമാറാനായിട്ട് പറ്റും. അതായത് അവിടെയുള്ള ഫോർമുലേഷൻ പാർട്ട്, മാർക്കറ്റിംഗ് പാർട്ട്, അപ്പം അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആയിട്ട് കുറച്ച് എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേയിലായിരിക്കണം ബിഫാം കോഴ്സ് എന്ന് അവർ ഡിസൈൻ ചെയ്തു. അപ്പോൾ നമുക്കറിയാലോ ബിഫാം കഴിഞ്ഞ ആൾക്കാർക്ക് എന്താണ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് കൺട്രോൾ ലബോറട്ടറീസ്, അതുപോലെ തന്നെ ഇപ്പോ റെഗുലേറ്ററി ബോഡീസ്, അപ്പൊ അങ്ങനെ ഇതില്ലേ CROs, അപ്പൊ അങ്ങനെ കുറച്ച് എന്താണ് ഫീൽഡ് ഉണ്ട്. അപ്പൊ അവര് അതിലും കൂടി ആ ഒരു റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടാണ് അവരുടെ കോഴ്സ് കൺസിഡർ ചെയ്തിരുന്നത്. എന്നാൽ എന്താണ് 2 years ഉള്ള ബിഫാം കോഴ്സ് ഡെവലപ്പ് ചെയ്ത് എന്തിനാണ്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോഴ്സിൽ വേണ്ട ഒരു റിക്വയർമെന്റ്സ് മനസ്സിലാക്കിയിട്ട് കൂടുതൽ അവരെന്താണ് മെഡിസിൻ അങ്ങനെ ഒരു രീതിക്കാണ് ഹോസ്പിറ്റലിന് വേണ്ട റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടാണ് ഡിഫാം കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഡിഫാം കോഴ്സിൽ അപ്പൊ അവരെങ്ങനെയാണ് ഒരു 2 year സ്റ്റഡി പ്ലാൻ ആണ് ആ ഒരു സിലബസിൽ അവർ വെച്ചത്. അതിന്റെ കൂടാതെ ഒരു 500 hours കുറയാത്ത പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കമ്പൽസറി ആയിട്ട് ആ ഒരു കാൻഡിഡേറ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. ആ ഒരു എന്താണ് നോട്ട് ലെസ് ദാൻ 500 hours ആണ്. എത്ര പീരീഡിലേക്കാണ് ആ ഒരു ട്രെയിനിങ്? 3 months ആണ് അല്ലെ. അത് നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫാർമസിയിലോ ഒക്കെയാണ്. നോർമലി അത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ അപ്രൂവ്ഡ് ഹോസ്പിറ്റലിൽ ഒരു 3 month കോഴ്സും പ്ലസ് ഈ ഒരു 2 years ഓഫ് സ്റ്റഡി ആണ് എന്തായിട്ട് കണക്കാക്കുന്നത്? ഡിഫാമിന് വേണ്ട ക്വാളിഫിക്കേഷൻ ആയിട്ട് കണക്കാക്കുന്നത്.